നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. UDF മുന്നണി വിപുലീകരിക്കുമെന്ന് കേട്ടു തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ഇത്തവണ മുന്നണി ശരിക്കുമെന്ന് വിപുലീകരിച്ച് കളയാമെന്ന് VD സതീശനും കൂട്ടരും ആലോചിച്ചു. അങ്ങനെ മുന്നണി വിപുലീകരണവും നടപ്പാക്കി. അങ്ങനെയാണ് PV അൻവർ, CK ജാനു തുടങ്ങിയവർ UDFിലെ അസോസിയേറ്റഡ് മെമ്പർഷിപ്പ്മാർ ആയിരുന്നു. എന്താണ് ഈ അസോസിയേറ്റഡ് മെമ്പർമാർ എന്നും ചോദിക്കരുത്. UDFിൻ്റെ വരാന്തയിൽ കിടക്കാനുള്ള അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു അനുമതി എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. എന്നാൽ മറ്റൊരു കാര്യത്തിൽ കോൺഗ്രസിനും UDFിനും VD സതീശനും ഒരു അബദ്ധം പറ്റി. സാക്ഷാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാമരാജ് കോൺഗ്രസിനെ UDFിലെ അസോസിയേറ്റഡ് അംഗമാക്കി എന്ന് പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു പത്രസമ്മേളനം നടത്തി സാക്ഷാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു, അതിന് ഞാൻ എവിടെയാണ് UDFിലേക്ക് പോയിരിക്കുന്നത്. കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, താൻ നയിക്കുന്ന പാർട്ടി UDFിൻ്റെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ അത് NDAയുടെ ഘടകകക്ഷിയാണ്, BJP മുന്നണിയുടെ ഘടകകക്ഷിയാണ്. ഞാൻ NDAയിലെ അംഗമാണ് എന്ന് മാത്രമല്ല, ഞാനൊരു RSS സ്വയം സേവകനാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ UDF മുന്നിലേക്ക് പോവുക? ഞാൻ UDF മുന്നിൽ ചേരണമെന്നാണ് പറഞ്ഞ് ആർക്കും കത്തൊന്നും കൊടുത്തിട്ടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതോടെ VD സതീശനും UDF നേതാക്കൾക്കും അക്കടി പറ്റി പോലെയായി. കാരണം UDFിലേക്ക് വരാൻ താല്പര്യമില്ലാത്തയാളെ, താൻ RSSകാരനാണെന്ന് പറയുന്ന ഒരാളെ വെറുതെ കഴുത്തിന് പിടിച്ച് തള്ളി UDFിൻ്റെ കൂടാരത്തിലേക്ക് കയറ്റണമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാമരാജ് കോൺഗ്രസിനെ അസോസിയേറ്റഡ് അംഗമാക്കി അത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കത്തിൻ്റെ പുറത്താണെന്നാണ് VD സതീശൻ പറഞ്ഞെങ്കിലും താൻ അങ്ങനെ ആർക്കും കത്തൊന്നും കൊടുത്തിട്ടില്ലെന്നും തൻ്റെ സംഘടന എന്ന് പറയുന്നത് VSDP ആണെന്നും കാമരാജ് കോൺഗ്രസിന് മറ്റു ചില നേതാക്കളുണ്ടെന്നുമൊക്കെയാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. നാടാർ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു നാടാർ സമുദായത്തിൻ്റെ വലിയൊരു പിന്തുണയുള്ള ആളാണ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖർ. ഒരു നാടാർ സമുദായ നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ BJPയുടെയും RSSൻ്റെയും തിരുവനന്തപുരം, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലെ ഒരു നേതാവായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം. ആ ഒരു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കാമരാജ് കോൺഗ്രസിനെ എന്തിനാണ് UDFിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു അപേക്ഷ കാമരാജ് കോൺഗ്രസിലെ ആരെങ്കിലും കൊടുത്തിരുന്നോ? അതും UDF നേതൃത്വം വെളിപ്പെടുത്തുന്നില്ല. ഇനി വിഷ്ണുപുരം ചന്ദ്രശേഖരന് വരണ്ടെങ്കിൽ അദ്ദേഹം പോയിക്കോട്ടെ എന്നാണ് VD സതീശൻ പറയുന്നത്. ഒരു മുന്നണി വിപുലീകരണം, മുന്നണിയുടെ ചർച്ച എന്നൊക്കെ പറയുന്നത് കുറേ കൂടെ സീരിയസ് ആയിട്ട് ഗൗരവപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഇങ്ങനെ അയാൾ വന്നില്ലെങ്കിൽ വേണ്ട പോയിക്കോട്ടെ എന്ന് പറയുന്ന അതൊന്നും ഒരു മുന്നണി എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ കെട്ടുറപ്പിനും അതിൻ്റെ അടിസ്ഥാനത്തിനും അത്ര യോജിച്ച സംസാരമോ പ്രവൃത്തിയോ അല്ല. ഏതായാലും VD സതീശൻ ഇക്കാര്യത്തിൽ പുലിവാല് പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലൊരാളെ UDFിലേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അസാധ്യമായ മെയ്വഴക്കം സ്വായത്തമാക്കണമെന്ന് VD സതീശൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിരവധി മുന്നണികളിലും പാർട്ടികളും മാറി മാറി വന്നയാളാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അതേസമയം അദ്ദേഹം BJPക്കാരനാണ്, താൻ സംഘപരിവാറുകാരനാണെന്ന് തുറന്നു പറയുന്ന ആളുമാണ്. അത്തരത്തിലുള്ളൊരാളെ, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ ഒരു വിശ്വാസയോഗ്യമായ നിലപാടുകൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന ആരോപണം നേരിടുന്ന ഒരാളെ എന്തിനാണ് വെറുതെ പിടിച്ച് UDFിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഏതായാലും താൻ UDFിലേക്കില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു കഴിഞ്ഞു. തനിക്കിഷ്ടമില്ലെങ്കിൽ താൻ വരണ്ട എന്ന് VD സതീശനും പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും വലിയൊരു കോമഡിയാണ് ഇപ്പോൾ മുന്നണി വിപുലീകരണം എന്ന പേരിൽ നടക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.